കട്ട പൈസയാവുമെന്ന്. കക്കാൻ വേണ്ടി നിന്റെ വീട്ടിലോട്ട് ഞാൻ കയറി വന്നു. അവിടെ എന്തെങ്കിലും പൈസ ഉണ്ടോ? നിനക്ക് എപ്പോഴും കക്കുന്ന കാര്യമുള്ളൂ. കാരണം നീ ആളുകളെ പറ്റിച്ചും കട്ടുമൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. നിനക്ക് മുഖമില്ല, എനിക്ക് മുഖമുണ്ട്. മനസ്സിലായോ? നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം. നിന്നെപ്പോലുള്ള തെമ്മാടികൾക്ക് ഇങ്ങനെ മറുപടി തരുമ്പോഴാണ് എനിക്കിവിടെ പൈസ കയറുന്നത്. ഇങ്ങനെ ഓരോരുത്തർക്ക് നിന്നെപ്പോലുള്ള കൂതറകൾക്ക് മറുപടി തരുമ്പോൾ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കയറുക. മനസ്സിലായോ? എന്റെ ബാങ്ക് അക്കൗണ്ട് പൈസ നീ കക്കാനായിട്ട് നല്ല മിടുക്കാണ് നിനക്ക്. അപ്പോഴും നിനക്ക് പണത്തിനോട് ആക്രാന്തമാണ്, പണമോഹിയാണ് നീയെ. അതെനിക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാകും. പണമോഹികളെ എനിക്ക് നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരെപ്പോഴും പണത്തിനെ കുറിച്ച് അവർ നെഗറ്റീവേ പറയുള്ളൂ. പണത്തിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ തന്നെ മഹാകള്ളരാണ്. കാരണം അവർക്ക് പണത്തിന് ആവശ്യമുണ്ട്, പണം വേണം. അവര് കക്കുന്നവരാണ്. നീ നിന്റെ കാര്യം ഇവിടെ എഴുതിയിട്ടത് മനസ്സിലായോ? പണം മോഹിയാണ്. പക്ഷെ നിന്റെ അരികില് നീ എങ്ങനെ കട്ട് വേണമെങ്കിലും പണം ഉണ്ടാക്കുന്ന ഒരാളാണ്. അതൊക്കെ നിന്റെ വാക്കുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് പണം അടുത്ത് വരാത്തത്, പണം നേരായ വിധത്തിൽ നിന്റെ അടുത്ത് വരാത്തത് അതുകൊണ്ടാണ്. നീ കക്കാൻ മിടുക്കത്തെയും മിടുക്കനുമാണ്. അതുകൊണ്ട് നേരായ വിധത്തിൽ നിങ്ങളുടെ കയ്യിൽ പണം വരില്ല. എന്റെ കയ്യില് നേരായിട്ടുള്ള പണം വരും. അഭിശ്രീ ഇത് കണ്ടില്ലേ, നേരായിട്ട് അയച്ചുവിടും. വ്യക്തികൾ തമ്മില. അവിടെ കക്കലില്ല, മൂഷ്ടിയിലില്ല, ഒന്നുമില്ല. നേർക്ക് നേരുള്ളതാ. കക്കലും ഇല്ല, മോഷ്ടിക്കില്ല. ആ പണം വെച്ച് നമ്മളെന്ത് ചില്ലറ ഉണ്ടാക്കി വെക്കും. അഭിശ്രീ അഭിശ്രീ മോളെ ചില്ലറയൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. ചില്ലറ ഉണ്ടാക്കണം. ഒരു കാര്യം ചെയ്യുക അഭിശ്രീ, ദേവശ്രീയും ആ വണ്ണമൊക്കെ ഒന്ന് പോട്ടെ, ഇവിടോട്ടൊക്കെ ഒന്ന് വാ കേട്ടോ. നമുക്ക് നമ്മുടെ ബാങ്കൊക്കെ കാണാം. ഇത് 10ന്റെ മാത്രമാണ് തുട്ട്. ഇത് 10ന്റെ തുട്ട് മാത്രം. ഇനി 5ന്റെ തുട്ട് വേറെയുണ്ട്, 2ന്റെ തുട്ട് വേറെയുണ്ട്, വരാമെന്ന് പറയുന്നു. 1ന്റെ തുട്ട് വേറെയുണ്ട്. അതിൽ നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ എണ്ണി കാണുമ്പോ തന്നെ രസമില്ലേ? അപ്പൊ ഇത്